കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസിന്റെ വാർത്ത വളരെ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. 8 മാസം പിന്നിടുന്നു ആ അപകടം നടന്നിട്ട്. അതിനുശേഷം ചികിത്സയ്ക്കൊക്കെ കഴിഞ്ഞ് ഉമാ തോമസ് പൊതുജീവിതത്തിൽ വീണ്ടും സജീവമായി തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എവിടെ എത്തി, എന്തായി തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എന്നിട്ടെന്തായിലൂടെ അന്വേഷിക്കുന്നത്. ആദ്യം അന്ന് എന്താണ് സംഭവിച്ചത് എന്നതൊന്ന് കണ്ടുവരാം. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് 2024 ഡിസംബർ 29 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മൃദംഗവിഷൻ സംഘടിപ്പിച്ച നൃത്ത പരിപാടിക്കിടെയായിരുന്നു തൃക്കാക്കര MLA ഉമാ തോമസ് സ്റ്റേജിൽ നിന്നും വീണ് ഗുരുതരമായി പരിക്കേറ്റത്. നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ 12,600 നർത്തകിമാരെ അണിനിരത്തിയായിരുന്നു ഭരതനാട്യം. ഉദ്ഘാടകനായ മന്ത്രി സജി ചെറിയാന്റെയും ഹൈബീഡൻ MP-യുടെയും കൺമുന്നിലായിരുന്നു അപകടം സംഭവിച്ചത്. സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിൽ നിന്നും 12 അടിയോളം താഴ്ചയിലേക്ക് ഉമാ തോമസ് വീണു. രക്തത്തിൽ മുങ്ങിയ MLA-യെ പാലാരിവട്ടം റിനൈ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ അബോധാവസ്ഥയിൽ തുടർന്നു. തലച്ചോറിൽ രക്തസ്രാവമുണ്ടായി. ശ്വാസകോശത്തിൽ രക്തം കെട്ടിയ നിലയിലായിരുന്നു. നട്ടെല്ലിനും വാരിയെല്ലുകൾക്കും മുഖത്തെ അസ്ഥിക്കും കാലിനും പരിക്കേറ്റു. 46 ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷമാണ് MLA വീട്ടിലേക്ക് മടങ്ങിയത്. സംഭവത്തിന് പിന്നാലെ മൃദംഗവിഷനെതിരെ സാമ്പത്തിക തട്ടിപ്പടക്കം ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നത്. പങ്കെടുക്കാനെത്തിയ കുട്ടികളിൽ നിന്നും വസ്ത്രത്തിനായും ഭക്ഷണത്തിനായും വൻ തുക ഈടാക്കിയെന്നാരോപിച്ച രക്ഷിതാക്കൾ പരാതി നൽകി. തുടർന്ന് പോലീസ് 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. പരിപാടിയിലെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടിയും മൃദംഗവിഷന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സംഘാടകർക്കെതിരെയുമായിരുന്നു കേസ്. മൃദംഗവിഷൻ മുഖ്യ ചുമതലക്കാരൻ M. നികോഷ് കുമാർ, ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് നടത്തിപ്പുകാരൻ ജിനേഷ് ഉൾപ്പെടെ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ന്യൂസ് 18 കൊച്ചി. ഇപ്പോഴും ആ വീഴ്ചയുടെ ദൃശ്യങ്ങൾ വലിയ ഞെട്ടലുളവാക്കുന്നതാണ്. ഈ സംഭവം നടന്ന് 8 മാസം പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഇതുവരെ ഇതിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല പോലീസ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദിവ്യ ഉണ്ണിയുടെ പേര് ഉയർന്നു കേട്ടതാണ്. ഇതുവരെ ദിവ്യ ഉണ്ണിയിൽ നിന്ന് മൊഴിയെടുത്തിട്ടില്ല. സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടിയെടുത്തിരിക്കുന്ന കേസാണ്. പക്ഷേ GCDAക്ക് യാതൊരു തെറ്റും ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടില്ല എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിഷമങ്ങൾ പങ്കുവെക്കുകയാണ് ഉമാ തോമസ്. കുറ്റപത്രം 8 മാസമായിട്ടും സമർപ്പിക്കാത്തത് വിഷമമാണ് എന്ന് ഉമാ തോമസ് പറയുന്നു. ഉമാ തോമസ് MLA-ക്ക് അപകടം സംഭവിച്ചതിൽ GCDAക്കും പോലീസിനും വീഴ്ച സംഭവിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. സംഘാടനത്തിൽ ജാഗ്രതക്കുറവുണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SS ഉഷയെ GCDA സസ്പെൻഡും ചെയ്തിരുന്നു. എന്നാൽ പോലീസിന്റെ കുറ്റപത്രത്തിലാകട്ടെ GCDAക്കും പോലീസിനും ക്ലീൻ ചീറ്റ്. നൃത്തപരിപാടി സംഘടിപ്പിച്ച മൃദംഗവിഷൻ അധികൃതർ മാത്രമാണ് പ്രതികൾ. സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട ഒരു ചട്ടവും മൃദംഗവിഷൻ പാലിച്ചില്ലെന്നാണ് കണ്ടെത്തൽ. കേസിൽ 250ഓളം പേരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നടി ദിവ്യ ഉണ്ണിയുടെ മൊഴി ഇതുവരെയും രേഖപ്പെടുത്താത്തതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത്. ഇതിൽ കടുത്ത അതൃപ്തിയിലാണ് ഉമാ തോമസ് MLA. സർക്കാരിന്റെ പദ്ധതി പോലെ തന്നെ കുറ്റപത്രം സമർപ്പിക്കലും ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് ഉമാ തോമസ് ആരോപിച്ചു. അപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് ഇത്രയും സമയം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അപ്പോൾ അതിനേക്കാളും സമയം എടുക്കുമല്ലോ. മിക്കവാറും എൻ്റെ ആയുസ് തീരുമ്പോഴായിരിക്കും എന്തെങ്കിലും നടക്കാൻ പോണെന്ന് തോന്നുന്നു. എന്തായാലും വളരെ മെല്ലെപ്പോക്കാണ് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവുന്നത്. അത് തന്നെ ഇപ്പോൾ ഇതിലും പ്രതിഫലിച്ചിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും വലിയൊരു അപകടം അത് MLA എന്ന നിലയ്ക്ക് എനിക്ക് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനേക്കാളും സങ്കടമാണ്. സാധാരണക്കാർക്ക് ആർക്കെങ്കിലും സംഭവിച്ചിരുന്നാൽ ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കുക പോലും ചെയ്യില്ലായിരിക്കും എന്നാണ് തോന്നുന്നത്. ഗിന്നസ് റെക്കോർഡിനു വേണ്ടി മൃദംഗവിഷൻ എന്ന തട്ടിക്കൂട്ട് സ്ഥാപനം നടത്തിയ തട്ടിക്കൂട്ട് പരിപാടികൾക്കെതിരെ നടപടികൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ അവസാനിച്ചിരുന്നു. ഒരു ജനപ്രതിനിധി വീണ് പരിക്കേറ്റിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് നടപടി ഇഴഞ്ഞു നീങ്ങുകയാണ്. ആരെ രക്ഷിക്കാനാണ് ശ്രമമെന്ന ചോദ്യത്തിനും എന്തുകൊണ്ട് കുറ്റപത്രം വൈകുന്നു എന്ന ചോദ്യത്തിനും പോലീസിനായിക്കോട്ടെ മറുപടിയുമില്ല. നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. എന്തായാലും
ഒരു ജനപ്രതിനിധി നവമി തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു MLAക്ക് സംഭവിച്ചിട്ടുള്ള, അതും ഇങ്ങനെ ദൃശ്യങ്ങൾ സഹിതം നമ്മളൊക്കെ കണ്ടു ഞെട്ടിയ ഒരു മന്ത്രി ആ ചടങ്ങിൽ ഉണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട കേസിലാണ് കുറ്റപത്രം നൽകാൻ 8 മാസമായിട്ടും കഴിയാതെ വരുന്ന സാഹചര്യം, നടിയെപ്പോലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉടലെടുത്തിരിക്കുന്നത്. എന്തായാലും ഉമാ തോമസ് പറയുന്നു, എൻ്റെ കാലം കഴിയുമ്പോഴാണോ ഇനി ഇതിൽ തീർപ്പുണ്ടാകുന്നത്. അപ്പോൾ ഈ ഇതിൽ ഉയർന്നു വന്നതുപോലെ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താകും, ഒരു MLAയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താകും? എന്തായാലും മറുപടി പറയേണ്ടത് അധികൃതരാണ്. എന്തുകൊണ്ട് ഈ കേസന്വേഷണം വൈകുന്നു, കുറ്റപത്രം നൽകാൻ വൈകുന്നു എന്നുള്ള കാര്യങ്ങളിൽ GCD ഇങ്ങനെ ക്ലീൻ ചിറ്റ് നൽകിയവർ ആരെ സംരക്ഷിക്കാനാണ് നീക്കം? ഈ കാര്യങ്ങളിൽ അധികൃതർ മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.